കുറച്ച് ജീരകം, ചെറിയ ജീരകം പൊടിച്ചൊരു ലേശം കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറിയ ജീരകം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പൊന്നാരൻ എണ്ണയാണെങ്കിൽ അതൊരു സ്പെഷ്യൽ വപ്പാണ് വെക്കണത്. എല്ലാവരും വെക്കുക. അതേപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ കൊടുത്തോളൂ. ബെൽ ബട്ടനൊക്കെ അമർത്തിക്കോളൂ. ഇതെന്താ വലിയ ജീരകം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടി ഒരു സ്പൂണ് ഇതാക്കി കൊടുക്കണം. 2 സ്പൂണ് കൊടുത്തിട്ടുണ്ട്. 2.5 സ്പൂൺ കൊടുത്തിട്ടുണ്ട്. ഗരം മസാല പൗഡർ ഒരു ലേശം, അല്ലാതെ കൂടിപ്പോയാൽ കട്ടിക്കും. അപ്പോൾ കുറച്ചിട്ട് കൊടുത്തു. കോഴി മസാലപ്പൊടി കോഴി മസാല 1 സ്പൂൺ കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണ് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി നുള്ള് കൊടുക്കുന്നുണ്ട്. ഇനി ഇടാൻ പോകുന്നത് കുരുമുളകിൻ്റെ പൗഡറാണ്. അതും ലേശം കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൂടുതൽ കുഴപ്പമില്ല, എരി കൂടും. അപ്പോൾ പാകത്തിന് വലിയ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ പാകത്തിന് ഇട്ട് കൊടുത്തു. ഇനി അത് എണ്ണ അതിലേക്ക് പാകം കൊടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഇനി ഒക്കെപ്പാടം ഇളക്കി ജോയിൻ്റ് ആക്കുകയാണ്. മസാലയൊക്കെ എല്ലായിടത്തും കൂടി പിടിക്കുന്ന രീതിയിൽ കൂടെ ആക്കുകയാണ്. നമ്മൾ അടുപ്പത്ത് ഗ്യാസിൽ നിന്ന് നോക്കുള്ളൂ. അപ്പോൾ അതേപോലെ ഒന്ന് എല്ലാവരും വെച്ച് കൊടുത്തു. അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടില്ല, അത് തട്ടെടുക്കാൻ പോകണം. ഗ്യാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഗ്യാസ് കുക്കർ വെച്ചിട്ട് അതിന്മേൽ മൂടി വെക്കുകയാണ്. മസാലയ്ക്ക് തൈരിട്ട് കൊടുക്കുകയാണ്. പോയി കുട്ടി കളിക്കാൻ പോവുക. 3 സ്പൂൺ തൈര് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കുക. നാരങ്ങ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ചിക്കൻ കൊടുക്കുകയാണ് പൊരിച്ചത്. ഇളക്കി കൊടുക്കുകയാണ്. മസാലയൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വരണം. കാരണം നല്ല വെന്ത് തന്നെ ഉടഞ്ഞ് വന്നു മസാല. അപ്പോൾ കോഴിയുടെ മുകളിൽ കൂടെ നല്ല മസാലയൊക്കെ തിരിച്ചായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ കൂടുതൽ കോഴി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചമ്പട്ടി അതിൽ മുട്ട പാകം കൊടുത്തിട്ടുണ്ട്. അത് മസാല തിരുമ്പാൻ പോവുകയാണ്. ഉള്ളിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ 1/2 സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് കാശ്മീരി ചില്ലി മുളക് പൊടി ലേശം കൂട്ടി കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. തൈര് ഇട്ട് കൊടുക്കുകയാണ്. തൈര് കൂട്ടാണ് കുഴക്കണത്. തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ തേച്ച് കുടിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മസാലയൊക്കെ തിരുമ്പി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ നടച്ചു എന്നാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ കോഴിനെ പൊരിക്കാൻ പോവുകയാണ്. കോഴി തട്ടിട്ടുണ്ട്. കോഴിനെ നല്ലോണം മൊരിഞ്ഞ് വരച്ചിട്ടുണ്ട്. കളറിൻ്റെ കൊണ്ടിട്ടിട്ടുണ്ട്. അതിന് നന്നായി ഒന്ന് കുഴക്കട്ടെ. ഇടാൻ പറഞ്ഞതാണ്. നല്ല അതിൽക്കൂടെ ഒന്ന് കളർന്ന് അതിൽക്കൂടെ ഒന്ന് കുടിക്കുന്ന രീതിയിൽ കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കണം. കോഴിനെ കുറച്ച് പൊരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ
മുരിഞ്ഞ് വരുന്നുണ്ട് കോഴി. നല്ല ക്രിസ്പിയായി വരുന്നുണ്ട്. നല്ല ക്രിസ്പിയായി വരുന്നുണ്ട്. ഒന്ന് മുരിയണം. നല്ല മുരിഞ്ഞാലാണ് കോഴിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇറച്ചി ആദ്യം അടിയിൽ ഇങ്ങനെ വതക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇറച്ചി ചോടി അതിൽ ചോറിൻ്റെ മുകളിലേക്ക് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഇറച്ചിട്ട് കൊടുക്കും. കൊടുക്കുകയാണ്. മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ വതറി കൊടുക്കുകയാണ്. ഉള്ളി ലേശം വതറി കൊടുക്കുന്നുണ്ട്. ചപ്പ് പുതിന വതറി കൊടുക്കുന്നുണ്ട്. ഇറച്ചി രണ്ടാണ്ടിപ്പും മേലിട്ട് കൊടുക്കുകയാണ്. കോഴി ദമ്മ് അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ഇറച്ചി വതറി കൊടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് ചോറ് വതറി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വതറി കൊടുക്കണം. ചോറ് ഞാനപ്പോൾ സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് മുരിങ്ങ ഒക്കെ കൊടുക്കും. ഉള്ളി വെച്ചൊക്കെ ഉപ്പാക്കി കൊടുത്ത് സെറ്റാക്കാൻ പോവുകയാണ് ഗൈസ്. ഉപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി മറ്റേ അണ്ടിപ്പരിപ്പും മല്ലിച്ചപ്പും പൊടികളും അതിൽ കൊടുത്ത് ദമ്മിട്ട് കൂടും. അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണി കോഴി ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കൊക്കെ സ്പെഷ്യലാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും ഉച്ചക്ക് വരും നമ്മളെ ചോറ് കഴിക്കാൻ. അടിപൊളി ടേസ്റ്റുള്ള ചോറാണ്, കഴിച്ചു പോകാം. അതാ മൂടി വെച്ചു. അത് ബിരിയാണിയാണ്. ഏതൊക്കെ നോക്കണേ.